നമ്മളൊരു പുതിയൊരു സ്റ്റാഫിനെ എടുക്കാനായിട്ട് പോകുന്നു. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ അവന് ക്വാളിറ്റി ഉണ്ടാകണം, അല്ലെങ്കിൽ അവൻ ലോയലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ ആളെ വേണം എടുക്കാൻ, ലോയലായവനോട് വേണോ ക്വാളിറ്റി ഉള്ളവൻ. ഇത് നിങ്ങളുടെ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കാൻ പറഞ്ഞൊരു ചെറുകിട സംരംഭകൻ്റെ മാത്രം വിഷയമല്ല. അല്ല, വലിയ കോർപ്പറേറ്റ് എൻ്റർപ്രൈസിൽ നടക്കുന്നൊരു വലിയ ഡിബേറ്റ് ക്വസ്റ്റ്യനാണ് ക്വാളിറ്റി വേഴ്സസ് ലോയൽറ്റി. ലോയൽറ്റി വേഴ്സസ് ക്വാളിറ്റി, ആരെ ചൂസ് ചെയ്യണം? ഇത് ആപേക്ഷിക കേട്ടോ, സബ്ജക്റ്റീവാണ്. എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം, പ്രോബ്ലി ബാദ് ബായിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഞാൻ പറയും ഇറ്റ് ഷുഡ് ബി ലോയൽറ്റി. കാരണം ക്വാളിറ്റേറ്റീവായിട്ട് ഒരാളെ പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നത് ട്രെയിനിങ് നടക്കും. ആളെ ട്രെയിനബിളായ ഒരു ലോയലായിട്ടുള്ള ഒരാൾ ട്രെയിനബിൾ ആണെങ്കിൽ നമുക്ക് അയാളുടെ ക്വാളിറ്റേറ്റീവായിട്ട് അയാളുടെ സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ലോയലായ നോൺ ട്രെയിനബിളായ ആളെ കൊണ്ടുവന്നാൽ ഈ പറയുന്നതിൽ നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ലോയലായിരിക്കണം, അറ്റ് ദ സെയിം ടൈം അയാൾ ട്രെയിനബിളും ആയിരിക്കണം. ട്രെയിൻ ചെയ്യാൻ വിധേയപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളെ നമുക്ക് ക്വാളിറ്റേറ്റീവായിട്ട് സ്കിൽസ് ഇമ്പാർട്ട് ചെയ്ത് അയാളെ പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി ക്വാളിറ്റേറ്റീവായിട്ട് ഉള്ള ആൾ ലോയൽ അല്ല, ആൾ ട്രെയിനബിൾ ആണെങ്കിൽ ഒരു ചെറിയ അപകടമുണ്ട്. അതായത് ആള് പെർഫോമൻസ് ഓൾറെഡി ഉണ്ട്, ആള് ട്രെയിനബിൾ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്ക് ലോയലല്ല, കൂടുതൽ നമ്മൾ പെർഫോമൻസ് ഒക്കെ അയാൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അയാൾക്ക് നമ്മൾ വലിയ ഓപ്പർച്യൂണിറ്റിയെ കാണിച്ചു കൊടുത്ത്, വലിയ സ്വപ്നമൊക്കെ കാണിച്ചു കൊടുത്ത്, വലിയ മാർക്കറ്റ് പ്ലേസിന്റെ വിശാലതയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ അയാളെ എൻഡോഴ്സ് ചെയ്യും. 2 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വർഷത്തെ ടേംസ് ഒന്നും ഇല്ല. ഇവിടെയൊക്കെ വിസ പീരീഡ് എങ്കിലും ഉണ്ട്. നാട്ടിൽ പിന്നെ വിസ പീരീഡ് പോലും ഇല്ല. ആള് വരും, ആള് കുറച്ച് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ലേണിങ്ങും ആ സ്കിൽസും ഒക്കെ അക്വയർ ചെയ്ത് ഒരു ഹൈപ്പർ പെർഫോമർ ആയിട്ട് ആള് ചാടി പോകുമ്പോ അവൻ ലോയൽ അല്ലെങ്കിലുള്ള വിഷയമാണ്. ഇനി ക്വാളിറ്റി ഉണ്ട്, അയാൾക്ക് ട്രെയിനബിൾ സ്കില്ലൊന്നും ഇല്ലെങ്കിലും അയാള് പ്രശ്നക്കാരനാണ്. കാരണം അയാള് ക്വാളിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ അയാൾ ഒരു നല്ല ടീം പ്ലെയർ ആയിരിക്കില്ല. അവൻ്റെ പണിയെടുക്കും, പക്ഷെ അവൻ്റെ പണിയേ എടുക്കുള്ളൂ. വേറെ ഒരാളെ അവൻ മുകളിലോട്ട് വരാൻ സമ്മതിക്കില്ല, സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കില്ല, ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കില്ല. ആള് ഭയങ്കര ഒരു ക്ലോസ് ഡോർ പോളിസി ഉള്ള ആളായിരിക്കും. പലപ്പോഴും ക്വാളിറ്റേറ്റീവായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഒരു റിജിഡ് മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അവന് ബാക്കിയുള്ളവരുടെ ലൈഫോ കരിയറോ ഒന്നും അവനെ സംബന്ധിച്ചൊരു വിഷയമായിരിക്കില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ഇൻഡിവിജ്വലി അവൻ പെർഫോം ചെയ്യും, ബട്ട് ഓവറോൾ നോക്കിയാൽ അവൻ ടീമിന് ആസ് എ ഓർഗനൈസേഷൻ അവനൊരു ത്രെട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ലോയലായിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ, അവർ ട്രെയിനബിൾ ആണെങ്കിൽ അവരെ നമ്മൾ ചൂസ് ചെയ്ത് ട്രെയിൻ ചെയ്ത്, ചിലപ്പോൾ പ്രോബ്ലി ഇറ്റ് മൈറ്റ് ടേക്ക് സം ടൈം. അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവര് ട്രെയിൻ ചെയ്ത് നമ്മുടെ സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആളാക്കി മാറ്റി അവന് ഈ ബിസിനസിന്റെ ഓണർഷിപ്പ് അങ്ങ് കൊടുക്കാം. ഏറ്റവും പ്രയോറിറ്റി റിയാസ് ഭായ് പറഞ്ഞത് അവൻ ലോയലായ ഒരാളെ തിരഞ്ഞെടുക്കാം. കാരണം എന്തെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. കാണുന്ന എല്ലാവർക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് വിൽ വർക്ക്, ബട്ട് ഐ എം ഷുവർ ഇറ്റ് വിൽ വർക്ക്. ഇബാദ് ഭായ് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണം. ശരി, ഓക്കെ. കൈയെടുത്ത് തലയെ പിടിച്ചേ, നെറ്റി പിടിച്ചേ, കണ്ണി പിടിച്ചേ, മൂക്കി പിടിച്ചേ, കഴുത്തി പിടിച്ചേ. കഴുത്തല്ലല്ലോ, ഞാൻ കഴുത്തിലല്ലേ പിടിക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കഴുത്തിലെന്നല്ലേ. അപ്പൊ നിങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞതല്ല ഫോളോ ചെയ്തത്, ഞാൻ കാണിച്ചതാണ്. നിങ്ങൾ പഠിത്തപ്പോ ഞാൻ പിടിച്ചു. അതെ, ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഫോളോ ചെയ്തത്, ഞാൻ കാണിച്ചതാണ് ഫോളോ ചെയ്തത്. മനസ്സിലായി. വാല്യൂസ് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. വാല്യൂസ് കണ്ടുവേണം പഠിക്കാൻ. വാല്യൂസ് ഒരു നമുക്ക് ഒരാളെ ടീച്ച് ചെയ്യാനോ ട്രെയിൻ ചെയ്യാനോ ഒന്നും പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കില്ല. അപ്പം മൂല്യബോധമുള്ള ലോയലായിട്ടുള്ള ഒരാളെ എളുപ്പത്തിൽ കിട്ടത്തില്ല.
അവൻ എന്തൊക്കെയോ ജെനറ്റിക്കലി ബൗണ്ടഡായി അല്ലെങ്കിൽ ജെനറ്റിക്കലി ബ്ലെൻഡഡ് ആയിട്ട് മൂല്യങ്ങളോടുകൂടി ഒരാൾ വന്നാൽ അവൻ ലോയലാണെങ്കിൽ അവൻ നമ്മുടെ കൂടെ നിൽക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നതല്ല മനുഷ്യർ ഫോളോ ചെയ്യുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് മൂല്യങ്ങൾ. ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്, വാല്യൂസ് കാൺ ബി തോട്ട്, വാല്യൂസ് ആർ കോട്ട്. വാല്യൂസ് കാൺ ബി തോട്ട്, വാല്യൂസ് ആർ കോട്ട്. വാല്യൂസ് കിട്ടണമെങ്കിൽ അവനത് കാണണം, അവൻ അനുഭവിക്കണം. അപ്പം മൂല്യബോധമുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന്, ഒരപ്പനും അമ്മയിൽ നിന്നുമൊക്കെ ഒരുപാട് മൂല്യങ്ങൾ കണ്ട് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയ ഒരാൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരികയാണ്. അവൻ ചിലപ്പോൾ 10x പെർഫോമൻസ് ഒന്നും തരില്ല, അവൻ്റെ ലാംഗ്വേജ് അത്ര ബ്രില്യൻ്റ് ആയിരിക്കില്ല, അവൻ്റെ ഔട്ട്പുട്ടൊന്നും അത്രയും ക്വാളിറ്റേറ്റീവ് ആയിരിക്കില്ല, പക്ഷേ അവൻ മൂല്യബോധമുള്ളവനാണ്. അവന് നമുക്ക് ട്രെയിനബിൾ ആണെങ്കിൽ ഈ പറഞ്ഞത് എല്ലാം അവനിൽ പകർത്താൻ സാധിക്കും. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഞാനിത് പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് എടാ കള്ളം പറയില്ലടാ, എടാ കള്ളം പറയില്ലടാ, എടാ കള്ളം പറയില്ലടാ എന്ന് 1000 പ്രാവശ്യം പറയാം, എന്നാലും അവൻ കള്ളം പറയും. പക്ഷെ ഒരു പ്രാവശ്യം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവൻ്റെ അപ്പനോ അമ്മയോ സത്യം പറയുന്നത് അവൻ കാണണം. മൂല്യങ്ങൾ കണ്ടാണ് പഠിക്കുന്നത്, പറഞ്ഞു കേട്ടിട്ടല്ല മൂല്യങ്ങൾ പഠിക്കുന്നത്. ഒരു നിമിഷം അവൻ്റെ അപ്പനോ അമ്മയോ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ സത്യം പറയുന്നത് തല പോകുന്ന കേസാണ്, പക്ഷേ അപ്പൻ സത്യം നിന്ന് പറയാ, ഉമ്മ സത്യം പറയാ, അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവൻ കാണുകയാണ്, അനുഭവിക്കുകയാണെങ്കിൽ സത്യം പറയണമെന്ന മൂല്യം അവൻ്റെ ഹൃദയത്തിൽ കയറും. 10,000 തവണ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞാലും പഠിക്കാത്ത അവൻ ഒരു തവണ അത് അനുഭവിച്ചാൽ പഠിക്കും. അപ്പം മൂല്യബോധമുള്ള ആൾക്കാരെ നമ്മളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നാൽ മൂല്യബോധമുള്ള ആൾക്കാരിൽ നമുക്കൊരുപാട് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ. അങ്ങനെ പറ്റണം. താങ്ക് യു സോ മച്ച്. വീണ്ടും ഇരിക്കാം. താങ്ക് യു.